നിങ്ങളറിഞ്ഞോ? നാട്ടിലെ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് കിട്ടാനില്ല അത്രയും. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ സാറുമാർ പറയുന്നത് കേട്ടിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് എല്ലാം ഈ പറഞ്ഞിട്ടുള്ള മധുരക്കിഴങ്ങ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുകയാണത്രയും. മധുരക്കിഴങ്ങ് ധാരാളമായിട്ട് കഴിച്ചാൽ ഷുഗർ പമ്പ കിടക്കും അത്രേ. ഇത് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു വശത്ത്, എന്നാൽ മധുരക്കിഴങ്ങ് കഴിച്ച് ഷുഗർ കൂട്ടിക്കൊണ്ട് വന്നവർ വേറൊരു വശത്ത്. ശരിക്കും എന്താണ് സത്യം? ശരിയാണ്, ഇവർ മെയിനായിട്ടും ഈ മധുരക്കിഴങ്ങിൻ്റെ അഡ്വക്കേറ്റ്സ് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മധുരക്കിഴങ്ങിൽ ധാരാളമായിട്ട് മറ്റു പൊട്ടറ്റോസിനെ അപേക്ഷിച്ച് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉള്ളതിനെ കൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒന്ന് ഓർക്കണം, ഈ പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ടാകുന്നത് വെറുതെ നിങ്ങൾ കഴിക്കുന്ന പോലെ ആവിയിൽ പുഴുങ്ങി ചൂടോടെ കഴിച്ചാൽ കിട്ടത്തില്ല. അത് ഈ പുഴുങ്ങിയതിന് ശേഷം തണുപ്പിച്ച് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇങ്ങനെയൊക്കെ ഓരോ വശങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. പക്ഷേ ഇത് കൂടാതെ തന്നെ വേറൊരു വാദമാണ്, ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതിനെ കൊണ്ട് തന്നെ നന്നായിട്ട് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാമെന്ന്. ശരിയാ, ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ സൗകര്യപൂർവ്വം കളയുന്ന ആ തൊലിയില്ലേ, ആ തൊലിയുമേലാണെന്ന് മാത്രം. ഇത്രയധികം പണിപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ പറമ്പിലുള്ള ബഹുവർണ്ണങ്ങളിലുള്ള പച്ചക്കറികളും ഇലക്കറികളും ഷുഗർ കൂട്ടിയല്ലാത്ത തരം ഫ്രൂട്ട്സും നിങ്ങൾ ഇതിന് പകരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നിങ്ങൾക്ക് പുല്ലുപോലെ കിട്ടും. അതിന് ഈ പറഞ്ഞ ഷുഗർ കൂട്ടുന്ന സാധനങ്ങൾ കഴിച്ചിട്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ വേറെ ചിലർ പറയും, ഞങ്ങൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ്, ഞങ്ങൾ പുഴുങ്ങിയൊന്നും കഴിക്കുകയല്ല, ബേക്ക് ചെയ്ത് കഴിക്കുള്ളൂ. അടിപൊളി. ഇത്രയും നേരം ഒരു മോഡറേറ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉണ്ടായിരുന്ന ഈ സാധനത്തെ നിങ്ങൾ അങ്ങ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടി കഴിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള മധുരക്കിഴങ്ങ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് കഴിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു നേരത്തെ മെയിനായിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് മീലിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. ചെറുതാണെങ്കിൽ ഒരു 2 കഷ്ണമോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരെണ്ണോ. പക്ഷേ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും ഇതിൻ്റെ കൂടെ കഴിക്കണം എന്ന് മാത്രം. എനിക്കിത്രേ പറയാനുള്ളൂ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ കൺട്രോൾ കൊണ്ട് കുളമാക്കരുത്. ഓൾസോ, മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ, അതിൻ്റെ ചിട്ടയോടും ക്രമത്തോടും കൂടി കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളെത്തില്ല.